اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള എത്രയോ ആളുകൾ ഇവിടെ ജനിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ പല ആളുകളും അവർക്ക് ലഭിക്കേണ്ട ഖനിയെ അവർ തിരഞ്ഞെടുത്തിട്ടില്ല. അവർക്ക് ലഭിക്കേണ്ട നിധിയെ കിട്ടാതെയാണ് പല ആളുകളും മരണപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഈ ലോകത്ത് പല ആളുകളും ജനിച്ചിട്ട് നിധി കിട്ടാതെ നിങ്ങൾ മരണപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ആ നിധി എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. പല ആളുകളും ചില സമയങ്ങളിൽ ജനിക്കും, ബാല്യകാലമായി, ശൈശവപ്രായമായി, കൗമാരകാലമായി, യുവത്വകാലമായി, ഓരോ പ്രായത്തിലും അവന് പഠിച്ചു വളരുന്നു, ജോലിയാകുന്നു, കല്യാണം കഴിക്കുന്നു, കുടുംബവുമായി കുറച്ചു കാലം ജീവിക്കുന്നു, രോഗിയാകുന്നു, മരണപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അവനെ പടച്ചത് എന്നതിനെ കുറിച്ച് ഒരു ചിന്ത പോലുമില്ലാതെ ലോകത്ത് നിന്ന് മരണപ്പെട്ട എത്രയോ ആളുകൾ. ബഹുമാനപ്പെട്ടവർ പറയണം, ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല, ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയലാണ്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം, വഅലം, നീ അറിയണം, എല്ലാ ശരീരവും മരണത്തെ രുചിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. മരണത്തെ രുചിക്കാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നാൽ ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാത്ത, വഅലം, നീ അറിഞ്ഞു, അന്ന കുല്ല നഫ്സിൻ, എല്ലാ ശരീരവും ദായിഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അവരൊക്കെ അറിയും. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ജീവിതത്തിന്റെ രുചി അറിയുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു. എന്താ ജീവിതത്തിന്റെ മാധുര്യം? ഈ ഭൗതികമായ ലോകത്ത് വെച്ച് പ്രപഞ്ചനാഥനാകുന്ന പരമ്പൊരുളാകുന്ന അള്ളാഹുവിനെ പ്രണയിക്കാനും അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനും ഭാഗ്യം ലഭിച്ച മഹാമനുഷ്യകൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ. അൽ ഹാവിലിൽ ഫത്താവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അബ്ദാലുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദാലുകൾ ഉള്ളത് കൊണ്ടാണ് ലോകത്ത് മഴ പെയ്യുന്നത്. ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന പല നിഅമത്തുകളും ആ അബ്ദാലുകളുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് കിട്ടുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അബ്ദാലുകൾ മഴ പെയ്യിപ്പിക്കാന്നല്ല, അബ്ദാലുകളെ ഹൃദയ ശുദ്ധി കൊണ്ട് അവര് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മഴ നൽകും. കാരണം എന്താണ്? അവര് അള്ളാഹുവിലേക്ക് അടുത്ത് അവരുടെ കയ്യും അവരുടെ കാലും അവരുടെ കണ്ണും അവരുടെ ഓരോന്നും അള്ളാഹു ആയി മാറിയ സുന്ദരമായ ഒരു അനുഭൂതിയിലേക്ക് അവരെത്തി. അതുകൊണ്ട് തന്നെ അവര് ഭൂമിയിലുള്ളത് കൊണ്ട് നമുക്ക് പോലും വലിയ അനുഗ്രഹമാണ്. നമ്മൾ വിചാരിക്കും അല്ലാഹു തആല നമുക്ക് മഴ നൽകുന്നത്, വെള്ളം നൽകുന്നത്, എല്ലാവിധ നിഅമത്തുകളും നൽകുന്നത് നമ്മളെ പവർ കൊണ്ടാണെന്നാണ്. അല്ല, സ്വാലിഹീങ്ങളാകുന്ന ആളുകള് അങ്ങും ഇങ്ങും ഉള്ളത് കൊണ്ടാണ് നമുക്ക് പോലും അള്ളാഹുവിന്റെ നിഅമത്ത് സദാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. അതുകൊണ്ട് നമ്മളെ റൂട്ട് അള്ളാഹുവിലേക്ക് ആക്കണം.
നമ്മുടെ ചിന്ത അള്ളാഹുവിലേക്ക് ആക്കണം. അതിന് സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം കൊണ്ട് മാത്രമേ നമുക്ക് നടക്കുള്ളൂ. കണ്ടോനെ കണ്ടുപിടി കാട്ടിത്തരും കലിമ കൽബിന്നു പിന്നെ വലിയമ. ഇച്ചാമസ്താൻ പാടുണ്ട്. കണ്ടോനെ കണ്ടുപിടി. അള്ളാഹുവിനെ കണ്ട ആളുകളുണ്ട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ. അവരെ നീ കണ്ടുപിടി, എങ്കിൽ കാട്ടിത്തരും കലിമ. അപ്പോഴാണ് കലിമത്തു തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണ് എന്ന് അവര് നിനക്ക് മനസ്സിലാക്കി തരും. അവര് നിനക്ക് പറഞ്ഞു തരും എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നീ ധാരാളം ആരിഫീങ്ങൾ നൽകുന്ന ദിക്ർ ധാരാളം നമ്മൾ ചെയ്യണം. കുംഭം നിറച്ചുകൂടി കാഫൂറിൻ മസ്തുകൂടി. കുറച്ച് ചൊല്ലിയാ പോലെ കുംഭ നിറച്ച് വയറ് നിറച്ചുകൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. വയറ് നിറച്ച് നീ സ്വലാത്ത് ചൊല്ലിക്കോ. വയറ് നിറച്ച് നീ തസ്ബീഹ് ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അത് നിന്റെ ആത്മാവിലേക്കാണ് പോകുന്നത്. ആ ഇൻസാനിയായ ആത്മാവ് അത് പിന്നെ സൈറാനിയായി, സുൽത്താനിയായി, ഖുദ്സിയായി കൊണ്ട് അള്ളാഹു ഏത് രൂപത്തിലാണോ അവിടുന്ന് വിട്ടത് അതേപോലെ തന്നെ ഒരു യഥാർത്ഥ ഖുദ്സിയായ ആത്മാവായി ആ ആത്മാവ് മാറും. അതിന് സ്വാലിഹീകളുള്ള സഹവാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടാൻ നമ്മൾ സദാസമയവും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, നിന്നെക്കുറിച്ചുള്ള അറിവ്, ആ അറിവ് ലഭിക്കാതെ ഈ ലോകത്ത് നിനക്ക് മരണപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയ ഗുരുവിനെ അള്ളാഹുവേ എനിക്ക് നീ കാണിച്ചു തരണേ എന്ന് ഒരു സ്വാലിഹായ മനുഷ്യനും ഒരു സ്വാലിഹത്തായ പെണ്ണും ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആരിഫീങ്ങളൊക്കെ വരെ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.